പ്രൈസ് ദി ലോർഡ്. ഈ സ്ഥലം ധൃതി വയ്ക്കേണ്ട സ്ഥലമേ ഇല്ല. നമ്മൾ പല സ്ഥലത്തും നമുക്ക് തിരക്ക് കാണുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ തിരക്കുണ്ടാക്കും. ഇത് അങ്ങനത്തെ സ്ഥലമേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. സന്തോഷിക്കേണ്ട സ്ഥലമാണ്. അമ്മയുടെ ഉടമ്പടി വഴി നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ആകുകയാണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സംസാരിക്കാൻ വേണ്ടിയോ പറയാൻ വേണ്ടി എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടില്ല. അത് നമ്മൾ സ്വന്തം തന്നെ ആകുക. സങ്കീർത്തനം 105:3 പറയുന്നത്, നീ ആഹ്ലാദിക്കുക, സന്തോഷിക്കുക. എന്തുകൊണ്ടാണ് സന്തോഷിക്കേണ്ടത്? ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ആണെന്നുള്ള ബോധ്യത്തിലാണ് സന്തോഷിക്കേണ്ടത്. എപ്പോഴും ബോധ്യമാണ് നമുക്ക് അനുഭവം തരുന്നത്. അപ്പോൾ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. ഇല്ല ഇതൊരു ചടങ്ങായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി ആര് നിയോഗം എഴുതി അതിനുവേണ്ടി മാത്രം വന്നിട്ട് കാര്യമില്ല. അത് നിങ്ങൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നടക്കും. ദൈവത്തിനറിയാം നമുക്ക് എന്താവശ്യമുണ്ടെന്ന്. ഇത് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകുക, അതാണ് മെയിൻ. സന്തോഷിക്കേണ്ട കാര്യം അതാണ്. ഈ ആരും നിയോഗം ഇല്ല. ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തമാകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സങ്കടം ഒന്നും വേണ്ട, ധൃതി വേണ്ട, വേറെ എവിടെ പോയിട്ടും കാര്യമില്ല. വേറെ എവിടെ പോയിട്ടും കാര്യമില്ല. നമ്മളെ പ്രശ്നത്തിന്, എല്ലാ പ്രശ്നത്തിനും ഉത്തരം മാതാവിൻ്റെ അടുത്ത്, ഈശോയുടെ അടുത്ത് ഇവിടെയുള്ളത്. യോഹന്നാൻ 6:44 പറയുന്ന പോലെ, എൻ്റെ പിതാവ് വിളിക്കാതെ എൻ്റെ അടുത്തായിരിക്കും വരാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിയുണ്ട്. ഇല്ല ആരെങ്കിലും നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നതാണെങ്കിൽ പോലും, നിങ്ങൾ ആഗ്രഹിക്കാതെ വന്നാൽ പോലും അത് വിളിയുടെ ഭാഗമായിട്ടാണ്. ദൈവം വിളിക്കാതെ വരാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചെറിയ കാര്യം നമുക്കൊന്ന് ധ്യാനിക്കാം. അത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ചെറിയ ബോധ്യം വേണം. വചനത്തെക്കുറിച്ചും ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കുടുംബത്തിൽ ഒന്നാകില്ലേ. അപ്പോൾ നമ്മളുടെയൊക്കെ പ്രശ്നം എന്താ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉടമ്പടി എടുത്താൽ തന്നെ ഒരു ചോദ്യം ഉണ്ടാകും, ഇതൊക്കെ എങ്ങനെ സാധിക്കും? എൻ്റെ പ്രശ്നങ്ങളെങ്ങനെ, ഇതിനെങ്ങനെ ഉത്തരം ലഭിക്കുക? ഇതെങ്ങനെ സാധിക്കും? കടബാധ്യത ആകാം, രോഗമാകാം, പ്രിയപ്പെട്ടവർ തമ്മിലുള്ള വെറുപ്പ്, വിദ്വേഷം, സ്നേഹമില്ലായ്മയാകാം, അതേപോലെ അടിമത്വത്തിൽ ജീവിക്കുന്നതാകാം. ഇതൊക്കെ എങ്ങനെ സാധിക്കും? എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണല്ലോ, മക്കളിങ്ങനെയാണല്ലോ, ഇതെങ്ങനെ സാധിക്കും? എല്ലാത്തിൻ്റെ ഉത്തരം നമുക്ക് ബൈബിളിലുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്ന അമ്മ മാതാവ് ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചാൽ, ഗബ്രിയേൽ മാലാഖയോട് ചോദിച്ചാൽ ഇതെങ്ങനെ സാധിക്കും? ലൂക്ക 1:34 ചോദിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ വരുമ്പോൾ ഇതെല്ലാം സാധിക്കും. ഇത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറയണത്, ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾ കേട്ടിട്ട് ഈ ഉടമ്പടിയുടെ കൂടെ ഇതൊരു ഹോംവർക്കായിട്ട് ചെയ്തു നോക്ക്. നിങ്ങൾക്ക് അനുഭവം കിട്ടും. ഈ വചനം പാലിക്കുമ്പോൾ അനുഭവം കിട്ടിയിരിക്കും. അപ്പോൾ ഇതിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ വരുമ്പോൾ ഇതെല്ലാം സാധിക്കും. അസാധ്യമെല്ലാം സാധ്യമാവും. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇതെല്ലാം അസാധ്യമായിട്ട് കിടക്കുന്ന കാര്യമായിരിക്കാം. പക്ഷേ ഇത് ഉടമ്പടിയിൽ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ആ സംശയം വേണ്ട. ഇതെല്ലാം സാധ്യമാകും. പരിശുദ്ധാത്മാവാണ് ഇത് സാധിച്ചു തരുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇത് സാധ്യമാകും. അപ്പോൾ അമ്മ
അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് സാധ്യമാക്കാൻ പരിശുദ്ധാത്മാവ് വേണം. അപ്പോൾ അമ്മ ഈ വാക്ക് പറയുമ്പോൾ ഇതെന്തുകൊണ്ടാണ് അമ്മ ചോദിക്കുന്നത്? നീ ഒരു പുത്രനെ പ്രസവിക്കും. അപ്പോൾ ഞാൻ പുരുഷനെ കണ്ടിട്ടില്ലല്ലോ, അതാണ്. അത് അസാധ്യമാണ്. പുരുഷനെ കാണാതെ ഒരു ഗർഭം അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകാൻ സാധിക്കില്ല, പുത്രനെ പ്രസവിക്കാൻ സാധിക്കില്ല. അപ്പോഴാണ് പറയുന്നത് പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ വരുമ്പോൾ ഇതെല്ലാം സാധിക്കുക. ഈ പറയുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഈശോ ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് അമ്മ ഒരു വാക്ക് പറയേണ്ടത് 1:38 നീ പറയുന്നത് പോലെ നിറവേറട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് അപ്പോഴാണ് നിറയുന്നത്. അപ്പോൾ ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കാര്യം ആവശ്യമുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ മനസ്സും നമ്മളെ മനസ്സും ഒന്നാകണം. ദൈവം പറയണത് തന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത് എന്താ? മനസ്സിലുള്ളതാണ് ദൈവം പറയുന്നത്. അത് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സും എൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ ആഗ്രഹവും ഒന്നാകണം. അത് ശ്രദ്ധിക്കണം. അത് ഇതൊക്കെ എന്തെങ്കിലും പ്രസംഗിക്കാൻ വേണ്ടിയിട്ടില്ല, സ്പീച്ച് കൊടുക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് സ്പീച്ച് കൊടുക്കാൻ അറിയില്ല, അനുഭവം പറയുക. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് നമ്മളെ മനസ്സ് ഒന്നാകണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങുക. രണ്ടാമത് വിശുദ്ധിയിൽ ജീവിക്കണം. പാപത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ മുകളിൽ ഇറങ്ങില്ല. അത് ക്രൈറ്റീരിയ ആണ്. 2 വിഷയമുള്ളൂ. ഒന്ന് വിശുദ്ധി, രണ്ടാമത് ദൈവത്തിൻ്റെ മനസ്സും നമ്മുടെ മനസ്സും ഒന്നാകുക. അപ്പോൾ ഇതിൽ ഉദാഹരണം നോക്കുകയാണെങ്കിൽ എലിസബത്തിൻ്റെ വീട്ടിൽ, എലിസബത്ത് സക്രിയയുടെ വീട്ടിൽ എന്തായിരുന്നു? അവിടെ സക്രിയയ്ക്ക് സംസാരിക്കാൻ സാധിക്കില്ല, എലിസബത്തിന് അപമാനം കൊണ്ട് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല, ഭാര്യ ഭർത്താവ് തമ്മിൽ സംസാരവുമില്ല. അപ്പോൾ അവിടെ ദുഃഖമാണ്, ദുഃഖം നിറഞ്ഞ് കിടക്കുക, അന്ധകാരമാണ് ആ കുടുംബത്തിൽ. പക്ഷെ അമ്മ അവിടെ പോയപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവിടെ ചോദ്യമായിരുന്നു അവരുടെ ജീവിതത്തിൽ മൊത്തത്തിൽ. ഇത്രയും പ്രായമായി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കുഞ്ഞ് ജനിക്കുക? പിന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞത് സക്രിയയ്ക്ക് ശാപം കിട്ടിയതാണ്, അയാൾക്ക് സംസാരിക്കാനും സാധിക്കില്ല, അപ്പോൾ പുറത്തിറങ്ങാൻ സാധിക്കില്ല. പക്ഷേ അമ്മ അവിടെ പോയി നിന്നപ്പോഴത്തേക്കും അസാധ്യം സാധ്യമായി. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് സാധിച്ചു. അതുപോലെ തന്നെ സൗൾ സെൻറ്റ് പോളായത് അങ്ങനെയാണ്. അനാനിയാസ് തലയെ തൊട്ട് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അയാൾ ശുശ്രൂഷയിലേക്ക് ദൈവത്തിന് പ്രയോജനകരമായി മാറി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടായിരിക്കും പ്രയോജനം ഉണ്ടായില്ല. നമുക്ക് തന്നെ തോന്നുന്നു എന്നെക്കൊണ്ട് ഒന്നും എന്നെ കൊള്ളില്ല, ഇതൊക്കെ എങ്ങനെ സാധിക്കാനാണ്? എനിക്കിങ്ങനെയൊക്കെ ആയിത്തീരാൻ സാധിക്കുക, മറ്റുള്ളവരെ പോലെ ആകാൻ പറ്റുക, പ്രാർത്ഥിക്കാൻ സാധിക്കുക, ഈ അടിമത്തത്തിലിരുന്ന് എനിക്ക് വിട്ടുപോകാൻ പറ്റുക, എനിക്ക് എൻ്റെ ഭർത്താവിനെ ഭാര്യയെ സ്നേഹിക്കാൻ സാധിക്കുക, ഇതെല്ലാം സാധിക്കും. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ മതി. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെങ്കിൽ നിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ മനസ്സും ഒന്നാകണം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യത്തിലും, ഞാൻ പറയണത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മ എന്ത് പ്രാർത്ഥിച്ചാലും അതിൽ നിൻ്റെ ആഗ്രഹം മാത്രം പാടില്ല. അതുകൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? അതിലെവിടെയെങ്കിലും അത് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കൊണ്ട് നിൻ്റെ ഉദ്ദേശം മാത്രമല്ല നടക്കേണ്ടത്, അതിൽ ദൈവമഹത്വം ഉണ്ടാകുന്ന നോക്കണം. ഭർത്താവ് ജോലിക്ക് പോകണം, മദ്യപാനം നിർത്തണം, ഇതൊക്കെ മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് എന്നെ സ്നേഹിക്കണം, ഞാൻ പറയണതൊക്കെ അനുസരിക്കണം, അങ്ങനെയില്ല. എൻ്റെ കൂടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കണം ദൈവമേ. അത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമുക്കൊക്കെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നാട്ടുകാരുടെ മുമ്പിൽ മദ്യപിക്കാതെ ക്ലീൻ ഇമേജായിട്ട് അങ്ങനെ നിൽക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ സാധിച്ചു തരണം, അങ്ങനെയായിരിക്കണം ഭർത്താവ്. അങ്ങനെയില്ല. അയാൾക്ക് മാനസാന്തരം ഉണ്ടാകണം. അതുപോലെ തന്നെ
അയാളെ കാണുമ്പോഴത്തേക്ക് മറ്റവരിക്കും വിശ്വാസം കൂടണം. ദിവസം കുർബാനയ്ക്ക് വരണം, എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം. വീട് ചോദിക്കുമ്പോഴും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഭവനമില്ലാത്തവർ ഭവനം ചോദിക്കുമ്പോഴും എനിക്ക് ദിവസം കുർബാന കൂടണം, പള്ളിയുടെ അടുത്ത് എനിക്ക് വേണം. ഞാൻ വാടക വീട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ എനിക്ക് ബൈബിൾ വായിക്കാൻ സാധിക്കില്ല. ഉടമസ്ഥന് പ്രശ്നം, അയൽക്കാരിക്ക് പ്രശ്നം. എൻ്റെ സ്വന്തം വീട്ടിൽ എനിക്ക് നിന്നെ മഹത്വപ്പെടുത്തണം ദൈവമേ. അതിനെപ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ, ചോദിക്കാറുണ്ടോ, ഭവനം ചോദിക്കാറുണ്ടോ? നമുക്കെന്താണെന്ന് വെച്ചാൽ അവർ 2 മുറിയുടെ ഭവനം വെച്ചാൽ എനിക്ക് 4 മുറിയുടെ ഭവനം വേണം. കമ്പാരിസനാണ്. അപ്പോൾ അങ്ങനെയില്ല, എല്ലാത്തിനും ദൈവ മഹത്വമാണ്. ഇത് ഞാൻ വെറുതെ ഇല്ല, ഏത് കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ അതിൽ എവിടെയെങ്കിലും ദൈവമഹത്വം ഒളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അപ്പം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, അസാധ്യമെല്ലാം സാധ്യമാക്കി തരും. ഇതെന്താണെന്നാ 2002 ഞാൻ 2003 സെപ്റ്റംബറിലാണ് ഇവിടെ വരുന്നത് കൃപാസനത്തിൽ. 2002 ഡിസംബർ ആണെന്ന് അതിൻ്റെ ഓർമ്മ. ഞാൻ കോയമ്പത്തൂർ, വൈഫ് ഹൗസ് കോയമ്പത്തൂർ. അപ്പോൾ കോയമ്പത്തൂർ മാത്രമേ ഞങ്ങൾ പോകാറുള്ളൂ. അപ്പോൾ എൻ്റെ മോൻ കുഞ്ഞാണ്. അവനെ എടുത്ത്, എനിക്ക് കോയമ്പത്തൂർ ഒരു സ്ഥലവും അറിയില്ല, എനിക്ക് അന്ന് പ്രാർത്ഥനയും അറിയില്ല. ജ്ഞാനസ്നാനം എടുത്തൊക്കെ 2011 ഈ ജപമാല പോലും ചൊല്ലാൻ പഠിച്ചത് ഇവിടെ വന്നപ്പോൾ അച്ഛൻ പഠിപ്പിച്ചു തന്നാണ്. 2003 സെപ്റ്റംബറിലാണ് പഠിപ്പിച്ചു തന്നത്. ഒരു ബൈബിൾ മാത്രം കയ്യിലുണ്ടാവും, അത്രേ അറിയൂ. അത് ഒരു പെൻ്റെക്കോസ്റ്റുകാരൻ എനിക്ക് തന്ന ബൈബിളാണ്, എൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ മാതാവിനെ ഇഷ്ടം. അപ്പോൾ എനിക്ക് പോകാനൊന്നുമില്ല. ഞങ്ങൾ കോയമ്പത്തൂർ രാമനാഥപുരത്ത വൈഫ് ഹൗസ്, അവിടെ മാത്രം പോകും. അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, ട്രിനിറ്റി ചർച്ചുണ്ട്, ട്രിനിറ്റി കത്തലിക് പള്ളിയാണ്. അപ്പോൾ അവിടെ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് പോകാനൊന്നുമില്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ തിരക്കല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇരുന്നു. അപ്പോൾ ഒരു പയ്യൻ, ഒരു 10-25 വയസ്സ് കാണുള്ളൂ. എനിക്കും ഏകദേശം ആ പ്രായമാണ്. നോക്കുമ്പോഴത്തേക്കും നല്ല പ്രസംഗം, ഈശോയുടെ വചനം പറയുക. അത് കേട്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ എപ്പോൾ ഇരുന്നാലും മാതാവിൻ്റെ രൂപത്തിന് മുമ്പ്, ഇന്നും കുർബാനയ്ക്ക് പോയാലും എവിടെ പോയി ഇരിക്കുമെന്ന് വെച്ചാൽ മാതാവിൻ്റെ രൂപം എവിടെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ടിരിക്കും. അപ്പോൾ അവിടെ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇയാൾ സ്പീച്ച് കൊടുക്കണത് ഭയങ്കര ബോൾഡായിട്ട്. എനിക്കാണെങ്കിൽ ഒരാൾ എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാം, തനിച്ച് അയാളോട് സംസാരിക്കാം. 2 പേരായിക്കഴിഞ്ഞാൽ എനിക്ക് മിണ്ടാൻ സാധിക്കില്ല, ബ്ലാങ്കായി പോവും. എന്നെ എല്ലാവരും ശ്രദ്ധിക്കുകയാണെന്നൊരു തോന്നല, എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല. കോളേജിലാണെങ്കിലും കൂട്ടുകാരുടെ മുമ്പിൽ പോലും ഒരാളൊക്കെ തനിച്ചാണെങ്കിൽ ഞാൻ സംസാരിക്കും. അവർ 2 പേരായിക്കഴിഞ്ഞാൽ അവരെന്നെ തന്നെ നോക്കിയിരിക്കുകയാണല്ലോ, ഞാൻ എന്തൊക്കെയോ പറയുകയാണ്, എൻ്റെ മുഖത്ത് നോക്കിയാണെന്ന് പറഞ്ഞ് എൻ്റെ മുഖത്തിൻ്റെ ഭാവമൊക്കെ മാറും, സ്പീച്ച്ലെസ് ആവും. എനിക്ക് തിരക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇയാൾ ഇത്രയും ബോൾഡായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക, ഞാൻ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, മാതാവേ ഇതുപോലെ എനിക്ക് സംസാരിക്കാൻ സാധിക്കണമെന്ന്. ഞാൻ എന്താ ചോദിക്കണമെന്ന് പോലും അറിയില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞ് എനിക്കിതുപോലെ സാധിക്കണം. എനിക്ക് സംസാരിക്കാൻ പോയിട്ട് ഒരു ജപമാല പോലും എനിക്കറിയില്ല. അയാൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ അതിൽ ദൈവമഹത്വമുണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചതാണ്, പക്ഷെ അതൊന്നും എനിക്ക് സാധിക്കില്ല. എനിക്ക് 3 പേരുടെ മുമ്പിൽ 2 പേരുടെ മുമ്പിൽ സംസാരിക്കാൻ സാധിക്കാത്ത എനിക്കാണ്. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വചനം പറയുക. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അത് സാധിച്ചത് എങ്ങനെയാണ് സാധിപ്പിച്ചതെന്നത് നമ്മൾ ഒന്ന് വിചാരിച്ച് നോക്കണതിൻ്റെ അപ്പുറമാണ്. അയർലാൻഡ്, കാനഡ, ഹൂസ്റ്റന്, ഇസ്രായേൽ, കുവൈറ്റ്, ഇത്രയും സ്ഥലത്തേക്ക് ഇപ്പോൾ ഇവിടെയെല്ലാം കഴിഞ്ഞ് ദൈവം അഥവാ അങ്ങോട്ടാണ് കൊണ്ടുപോയി അവിടെയാണ് സംസാരിപ്പിക്കുന്നത്. അത്രയും ദൂരത്തേക്ക് ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അസാധ്യം സാധ്യമാക്കി തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കണം. പരിശുദ്ധാത്മാവിനെ കളയരുത്. ദൈവം അഡ്വാൻസായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുക. അതെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സങ്കീർത്തനം 51:11 ദാവീദ് പ്രാർത്ഥിച്ച പോലെ തന്നെ പ്രാർത്ഥിക്കണം.
നീ തന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ ഒരിക്കലും കളയരുതേ. പ്രൈസ് ദി ലോർഡ്. അതെപ്പോഴും ആ ഒരു ആഗ്രഹം ഉണ്ടാകണം. അപ്പം പരിശുദ്ധാത്മാവ് എപ്പോഴാണ് കളഞ്ഞു പോകുന്ന, നമ്മളിരുന്ന് കളഞ്ഞു പോകുന്ന വിശുദ്ധിയിൽ അശുദ്ധി വരുമ്പോഴാണ്, പാപം നിറയുമ്പോൾ. അശുദ്ധി എന്താണ്? പാപം നമ്മളിലേക്ക് നിറയുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. പാപം എന്ന് പറയണത് എന്താ? ദൈവത്തിരുന്ന് അകന്ന് നിൽക്കുക, പരിശുദ്ധാത്മാവിലിരുന്ന് അകന്ന് നിൽക്കുക. പരിശുദ്ധാത്മാവ് കളഞ്ഞു പോവുക, നമുക്ക് അഭിഷേകം നഷ്ടപ്പെടുക പരിശുദ്ധാത്മാവിൻ്റെ. അപ്പോൾ ഇത് എങ്ങനെയാണ് തിരിച്ച്, സിമ്പിളായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ, കുറേ കാര്യമുണ്ട്, സിമ്പിളായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് വിശുദ്ധിയിൽ ജീവിക്കുക? പാവമില്ലാതെ എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? നമ്മളെ കൊണ്ട് സാധിക്കുമോ? പാവം ക്ഷമിക്കേണ്ടത് ആരാണ്? ആരാ ക്ഷമിക്കേണ്ടത്? ദൈവം ക്ഷമിക്കണം. അപ്പോൾ ദൈവം ക്ഷമിക്കുമ്പോഴത്തേക്കും നമ്മൾ വിശുദ്ധിയിലേക്ക് വരും, അല്ലേ? ഈ പിശാച് ചെയ്തു വെച്ചിരിക്കുന്ന ബന്ധനം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളെ പാവത്തിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കും, നമ്മളറിയാതെ ഇങ്ങനെ ഇട്ട് വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഞാൻ പറയണം. ഞാൻ വെറുതെ ഇല്ല പറയണം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇല്ല, ഇത് ട്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുഭവം കിട്ടും, നിങ്ങൾ കുറേ പേർക്ക് പറഞ്ഞു കൊടുക്കും. അത് മാർക്ക് 11:25 പറയുന്നുണ്ട്, നിന്നോട് തെറ്റ് ചെയ്യണവരോട് നീ ക്ഷമിക്കുമ്പോൾ നിനക്കെതിരെ പാപം ചെയ്യുന്നവരെ നീ ക്ഷമിക്കണം. നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നീ ആദ്യം ക്ഷമിക്കുക. പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക. നീ ക്ഷമിക്കുമ്പോൾ നിൻ്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാവം ക്ഷമിച്ചു കഴിഞ്ഞാൽ നീ വിശുദ്ധിയിലേക്ക് വന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത് കെയർലെസ് ആയിട്ട് വിടും. ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിക്കോട്ടെ, ഞാൻ മനസ്സുകൊണ്ട് ക്ഷമിച്ചല്ലോ എന്ന് പറഞ്ഞു. അതിനില്ല, നീ ക്ഷമിച്ചത് അവർ കൂടി അറിയണം. ഇത് കാര്യം എന്താ, പലവരും ഇങ്ങനെ പറയും ഞാൻ ക്ഷമിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മുറിവ് ഇവിടെ സൂക്ഷിക്കും. അത് ആവശ്യമുള്ളപ്പോൾ ആ മുറിവ് പുറത്തേക്ക് വരികയും ചെയ്യും. അത് ക്ഷമയൊന്നും ആകുകയില്ല. അപ്പോൾ വിശുദ്ധിയിലേക്ക് വരാൻ സാധിക്കില്ല. ഇത് ഞാൻ വെറുതെ എന്തെന്നാ, ഇവിടെ ഞാൻ കൗൺസിലിംഗ് 2004 തൊട്ട് ഇവിടെ കൗൺസിൽ ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ ഓരോ കാര്യം പറയണത് ഏതെങ്കിലും അനുഭവം കിട്ടിയിട്ടാണ് പറയണം, ഇല്ല എവിടെയെങ്കിലും ഇന്ന് കേട്ടെടുത്തിട്ട് പറയണില്ല. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ഇത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോയി. ഈ ആഴ്ച ഇവിടെ ഒരു സഹോദരി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന്, ഒരു ചേച്ചിയാണ്. അപ്പോൾ അവർ വന്ന് അവർക്ക് 2 പ്രശ്നം ഉണ്ടായിരുന്നു. എന്നോട് ആദ്യം പറഞ്ഞത്, ഈ നട്ടെല്ലിൽ ആരോ ഭയങ്കര വേദന, അവർക്ക് കിടക്കാൻ സാധിക്കില്ല, രാത്രിയൊന്നും ഉറക്കമില്ല, കത്തി വെച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ കുത്തി എടുക്കുന്ന പോലത്തെ വേദനയാണ് അവർക്ക്. കറണ്ട് പാസ് ചെയ്യണ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നു. ആദ്യത്തെ പ്രശ്നം അതാ. അപ്പോൾ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നാൽ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് കൗൺസിലിംഗ് വന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ അവർ രണ്ടാമത്തെ സെക്കൻഡ് പോയിൻ്റ് പറഞ്ഞത്, മകൻ കേരളത്തിലില്ല ജോലി, ഇവരും മരുമകളും മാത്രമാണ് താമസിക്കണം ഈ വീട്ടിൽ. മകൻ ബാംഗ്ലൂരോ പുറത്തെവിടെയോ ആണ്. അപ്പോൾ മാസത്തിൽ 1 പ്രാവശ്യം വരുള്ളൂ. മരുമകൾ ഇവർക്കാണെങ്കിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല. ഈ വേദന കൊണ്ട് കുറച്ച് നേരം കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ വേദനിക്കും. അത് ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് പേടിയുമാണ്. MRI സ്കാൻ അത് ഇന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് കോംപ്ലിക്കേറ്റ്, അത് കൊണ്ടുപോകാൻ ആരുമില്ല, ഇതാരോടും പറയുകയില്ല, വേദനയാണ്, ഇവർക്ക് പേടിയുമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്ത്, രണ്ടാമത്തെ കാര്യം മരുമകളുടെ കാര്യം പറഞ്ഞു. മരുമകൾ ഭക്ഷണം വയ്ക്കില്ല, കറക്റ്റ് അവക്കുള്ള ഭക്ഷണം മാത്രം വെച്ചിട്ട് പാത്രത്തിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഭക്ഷണം കാണില്ല. മകനോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഇവർ പറയാറുമില്ല. അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ബൈബിൾ നോക്കും. അപ്പോൾ എനിക്കെന്തോ തോന്നി, ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും. ഈശോ പറയുന്നത് റോമ 12:14, നിന്നെ ദ്രോഹിക്കുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു എന്നല്ലേ പറയണേ. നിനക്ക് ഈ വേദന ഉള്ളപ്പോൾ, ഈ ശരീരവേദനയും ഇതെല്ലാം ഉള്ളപ്പോൾ നീ മുട്ടിപ്പേ നിന്ന് നിൻ്റെ മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ക്ഷമിക്കുക. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക.
ക്ഷമയെന്ന് പറഞ്ഞാൽ അവരുടെ നന്മ ആഗ്രഹിക്കുന്നതാണ് ക്ഷമ. അത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. അപ്പോൾ എന്ത് സാധിക്കും? നിൻ്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെടും. നീ ക്ഷമിക്കുമ്പോൾ നിൻ്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെടും. അതാണല്ലോ മാർക്ക് 11:25 ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവർ അടുത്ത 2-ാം ചൊവ്വാഴ്ച അടുത്ത മാസം എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഇവിടെ സാക്ഷ്യപ്പെടുത്തി, ബ്രദർ പറഞ്ഞ പോലെ ചെയ്തായിരുന്നു, എനിക്ക് വേദന കൂടിയപ്പോൾ ഞാൻ അപ്പം മുട്ടിപ്പേ നിന്ന് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച്, അത് കഴിഞ്ഞ് ആ വേദന വന്നിട്ടില്ല. അത് എങ്ങനെ ഈ വേദന മാറിയത് ഇതെങ്ങനെ സാധിക്കുമെന്നൊരു ചോദ്യചിഹ്നമായിരുന്നു. പക്ഷേ ക്ഷമിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ആ ബോധ്യത്തിൽ ആണ് പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി അത് സാധ്യമാക്കി തന്നു. നമുക്ക് പലവരിക്കും നമ്മൾ എന്താണെന്ന് വെച്ചാൽ വചനം കേൾക്കും, അത് കേൾക്കാനൊക്കെ സുഖമാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയും ചെയ്യും. പിന്നെ കുറേ പ്രാർത്ഥിക്കും. പ്രാർത്ഥന എന്താ? വാഗുകൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥനയാകില്ല. അത് കുറേ പഠിച്ചു വെച്ചിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥനയാവുക. ദൈവം പ്രവൃത്തിയാണ് നോക്കുന്നത്, നിങ്ങളുടെ ഹൃദയം നോക്കണം. നിൻ്റെ ഹൃദയത്തിൽ എന്താ ശുദ്ധീകരിച്ചിരിക്കുന്നത്, എന്താ വ്യത്യാസം വന്നിരിക്കുന്ന നിരക്ക്, അത് വചനം പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കാൻ പഠിക്കണം. അത് നമ്മൾ ഉടമ്പടി പോകുമ്പോൾ നിങ്ങളിത് 2 കാര്യം ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് നിനക്ക് വേണം. കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നീ വിശുദ്ധിയും ദൈവത്തിൻ്റെ മനസ്സ് നിൻ്റെ മനസ്സൊന്നാകണം. ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഈ ക്ഷമിക്കാൻ ഏതെങ്കിലുമൊക്കെ വഴി നീ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് അവരെ ക്ഷമിക്കാൻ സാധിക്കുക? ക്ഷമിക്കുന്ന 2 രീതിയുണ്ട്. ഒന്ന് നമ്മൾ തെറ്റ് ചെയ്തിട്ട് ക്ഷമിക്കുന്നതും, ഒന്ന് ഒരു കാരണമില്ലാതെ മറ്റുള്ളവർ നമ്മളോട് വിഷമം ഉണ്ടാകും. ദൈവം 2ഉം പറഞ്ഞിട്ടുണ്ട്. അത് മത്തായി 5:23 നിന്നോടായിരിക്കും ഇങ്ങനെ വിഷമം ഉണ്ടെങ്കിൽ നീ രമ്യപ്പെടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്നോട് വിഷമമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം ചിലപ്പോൾ നിനക്ക് അറിയ പോലുമില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ നല്ല ഉദ്ദേശത്ത് പറഞ്ഞൊക്കെ മറ്റുള്ളവരെ തെറ്റായിട്ട് വിചാരിച്ചിട്ട് അത് ഇങ്ങനെ വിഷമിച്ചിരിക്കും. പക്ഷേ ഈശോ പറയണം അവരോട് രമ്യപ്പെടുക. അത് നമ്മൾ രമ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അവിടെ വിശുദ്ധിയിൽ ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഈ ചോദ്യം നമ്മളേക്ക് നിൽക്കണം, ഇതൊക്കെ എങ്ങനെ സാധിക്കും, എന്ത് പ്രാർത്ഥിച്ചിട്ടും സാധിക്കുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കണം. അപ്പോൾ ഈ ഇന്ന് ഞാൻ പറയണത് എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, എന്നോട് ഒരാൾ നാട്ടിൽ എന്നെ കാണുമ്പോൾ മിണ്ടില്ല. കല്യാണ വീട്ടിലോ എവിടെ ഫംഗ്ഷന് വന്നാലും മിണ്ടില്ല. എന്തോ ഞാൻ ഉപദേശിച്ച് എന്തോ ചെയ്ത് അയാൾക്കത് പിടിച്ചില്ല, സംസാരിക്കില്ല. പിന്നെ എനിക്കും മടിയായി. ഇതിങ്ങനെ കിടക്കുക. ഇത് ഒരു ദിവസം കൊന്ത ചൊല്ലുമ്പോഴത്തേക്ക് ഇത് ഓർമ്മ വന്നു. നമ്മൾ പലതും മറന്ന് കിടക്കും. പിശാച് അതാ ചെയ്യുന്ന. വിശുദ്ധിയെ ബാധിക്കാൻ വേണ്ടിയിട്ട് ഇത് മറവി നമുക്ക് തരും. നമ്മൾ മറന്ന് കിടക്കും. നമുക്ക് ഓർമ്മ പോലും ഉണ്ടാകില്ല. ആരോടൊക്കെയാണ് ക്ഷമിക്കേണ്ടതെന്ന് നമുക്ക് ഓർമ്മയുണ്ടാകില്ല. അപ്പോൾ എനിക്ക് ഈ പുള്ളിക്കാരനെ ഓർമ്മ വന്നു. അയാളുടെ പേര് കാർത്തിക്. കുറേ കാലമായല്ലോ അയാൾ എന്നോട് സംസാരിക്കാനുള്ള. എനിക്കൊരു ചമ്മല, എങ്ങനെയാണ് അയാളെ ഫേസ് ചെയ്യുക. അപ്പോൾ ഇയാൾ സംസാരിക്കാത്തപ്പോൾ ഞാനും ഒതുങ്ങിപ്പോവും. എന്താ എന്നെ അവിടെ കാണുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പോകും, ഞാനും ഇങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ കയ്യിൽ മൊബൈലുണ്ടായിരുന്നു. ഞാൻ മൊബൈലിലെടുത്തിട്ട് അപ്പം തന്നെ ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വന്നത്. ജപമാല കഴിഞ്ഞപ്പോൾ മൊബൈലെടുത്തിട്ട് അയാളുടെ നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. മിസ്ഡ് കോൾ കൊടുത്തപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ എൻ്റെ കയ്യിൽ 2 നമ്പറുണ്ട്. ഒന്ന് BSNL ഉണ്ട്, എയർടെല്ലും ഉണ്ട്. എൻ്റെ BSNL നമ്പറിൽ ഇയാൾ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിളിച്ചത് എയർടെല്ലിലാണ് മിസ് കോൾ കൊടുത്തത്. അയാൾ തിരിച്ചു വിളിച്ചോട്ടെ എന്ന് വെച്ചിട്ട്, ആരാണെന്ന് അറിയാതെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ട്. അതേപോലെ അയാൾ ചൂണ്ടയിൽ കൊത്തിയിട്ട് അയാൾ തിരിച്ചു വിളിച്ചെന്നെ. തിരിച്ചു വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ആരാണെന്ന്. എനിക്കറിയാം അയാൾ തന്നെയാണെന്ന്. അപ്പോൾ കാർത്തികയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് കാർത്തിക? അപ്പോൾ ഈ കാർത്തികയെന്ന് പറഞ്ഞു. ഇങ്ങനെ. ഓ, അപ്പം നീയാണോ? അയ്യോ, ഞാൻ
കാർപ്പൻ്റർ കാർട്ടിക്കാണ് വിളിച്ചത്. എന്തായാലും നീ വിളിച്ചത് നന്നായി, സന്തോഷമായി കേട്ടാ, നീ മനസ്സിലൊന്നും വെക്കരുത് കേട്ടാ, എനിക്ക് നിന്നോടൊരു ദേഷ്യമൊന്നുമില്ല കേട്ടാ, എന്തെങ്കിലും ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ, നീ ഒരിക്കലും വിഷമം വിചാരിക്കരുത്, നീ എവിടെ ഉണ്ടാ എന്ന് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് അത് സെറ്റിൽ ചെയ്ത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സെറ്റിലായി, ഞങ്ങൾ തമ്മിൽ കാണാൻ ഇട വന്ന്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചാൻസ് കിട്ടിയാൽ പ്രശ്നം തീർത്തേക്കുക. അത് മൊബൈൽ നന്മയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം, മൊബൈൽ പിശാച് നമ്മളെ നാശത്തിന് വേണ്ടി വെച്ചിരിക്കുക. അത് ഇതുപോലത്തെ കാര്യത്തിലൊക്കെ ചില പറ്റുമെങ്കിൽ യൂസ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മിസ് കോൾ കൊടുത്തിട്ട് സംസാരിക്കുകയല്ല, നേരിട്ട് വിളിച്ച് സംസാരിക്കുക, നേരിട്ട് വിളിക്കുക. നിങ്ങൾ നോക്കിയതുപോലെ ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മൾ ക്ഷമിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. നമ്മൾ അറിയാത്ത അസാധ്യ കാര്യങ്ങൾ, ചില കാര്യങ്ങളെ നമുക്കറിയാവൂ, ചില കാര്യം നമുക്ക് ചോദ്യചിഹ്നം ഉണ്ടാകും, ചില കാര്യങ്ങൾ നമ്മൾ അറിയ പോലുമില്ല. ഇത് തടസ്സമായിട്ട് ബന്ധനമായിട്ട് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതെല്ലാം വിട്ടുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിറയാൻ ഇതാ ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ പറഞ്ഞ ദൈവത്തിൻ്റെ മനസ്സ് നമ്മളെ മനസ്സും ഒന്നാകണം. അപ്പോൾ ദൈവം ചിന്തിക്കുന്ന പോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ചിന്തിക്കുന്ന പോലെ നമ്മളെ മനസ്സായി തീരണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്നേഹിക്കുന്ന ആൾ, നമ്മൾ ആരാധിക്കുന്ന ആൾ പോലെ കുറേ ദിവസം നമ്മൾ അവരെ ആരാധിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് ആരാധിക്കുന്നത്? ഒന്നാം സ്ഥാനം അവർക്ക് കൊടുക്കുക. ഏത് കാര്യത്തിലും അവരെക്കുറിച്ച് ചിന്തിക്കുക. നമുക്കിഷ്ടമുള്ള ആളെക്കുറിച്ച് നമ്മൾ എപ്പോഴും, ഈ സ്നേഹിക്കുന്ന ചെക്കനും പെണ്ണും നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഏത് സമയത്തും അതിനെക്കുറിച്ചുള്ള വിചാരമായിരിക്കും. ആ പെണ്ണിനെക്കുറിച്ച് വിചാരമില്ലേ ആ ചെക്കനെക്കുറിച്ച് വരിക. എന്താ കാര്യമെന്ന് വെച്ചാൽ ഒന്നാം സ്ഥാനം അതിനാണ്. അപ്പോൾ ഇതുപോലെ സ്നേഹിക്കുന്ന ആളെ ഇങ്ങനെ ഒന്നാം സ്ഥാനം കൊടുക്കുക. ഈ അശുദ്ധി കടന്നു വരുന്നത് എങ്ങനെയാണ്? നമ്മളെ ജീവിതത്തിലേക്ക് അശുദ്ധി, പാവം വരുന്നത് എങ്ങനെയാണ്? നമ്മൾ പാവം ചെയ്യുന്നത് എങ്ങനെയാണ്? അത് മാർക്ക് 7:20-21 വരുന്നത് നമ്മളെ ഹൃദയത്തിലിരുന്നാണ് പാവം പുറത്തേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ഹൃദയം ദൈവം താമസിക്കുന്ന സ്ഥലമാണ്. ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ വിശുദ്ധി വരും. ദൈവത്തിനെ ഒഴിച്ച് നമ്മൾ എന്തിനൊക്കെ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം അശുദ്ധിയാണ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ പണമായിരിക്കാം, സീരിയൽ, സിനിമ, അതുപോലെ ആൾക്കാരോട് സംസാരിക്കണം, ഫോണ്, ഇതിനെല്ലാം നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പാപത്തിൻ്റെ ഒരു മീഡിയ ആയിട്ട് മാറും. അത് ശ്രദ്ധിക്കണം. ഇത് ഹൃദയത്തിൽ എന്തൊക്കെ ദൈവത്തിന് രണ്ടാം സ്ഥാനമായി പോകണം. ഒന്നാം സ്ഥാനം ദൈവമില്ലാത്തതെല്ലാം നമ്മളെ പാപത്തിലേക്ക് നയിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. എങ്ങനെയാണ് സ്നേഹിക്കാൻ പഠിക്കുക? ഒരു 5 മിനിറ്റ് ദിവസവും ദൈവത്തെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരു കുരിശ് വെച്ചിട്ട് കുരിശിനെ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു ബോധ്യത്തോടെ കാണണം, ഈ കുരിശിൽ ഈ രക്തം ചിന്തുന്ന ദൈവത്തിന് വലിയ ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്തൊന്നുമില്ല, നിനക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ് ഈ രക്തം ചിന്തിയത്. സൃഷ്ടിച്ച ദൈവം, എന്നെ സൃഷ്ടിച്ച ദൈവം എനിക്ക് വേണ്ടി മാത്രമാണ്. ഈ ലോകത്തിനെ എല്ലാവർക്കും വേണ്ടിയിട്ടൊന്നും നിങ്ങൾ നോക്കണ്ട, എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്നോട് എന്തോരം സ്നേഹമുണ്ട്, എത്ര എന്നെ സ്നേഹിക്കുക, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ കുരിശിൽ കിടന്ന്. ദിവസം 5 മിനിറ്റ് അത് ഓർക്കാം, നീ അറിയാതെ സ്നേഹം കൂടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും അത് ചിന്തിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒറ്റപ്പെടലും, ആരെങ്കിലുമൊക്കെ നമ്മളെ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാലും, ആരെങ്കിലുമൊക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞാലും നമുക്ക് വിഷമം വരില്ല. എന്നെ സ്നേഹിക്കാൻ എൻ്റെ ദൈവം ഉണ്ടല്ലോ, ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം എന്നെ സ്നേഹിക്കണ്ടല്ലോ, എനിക്ക് വേണ്ടിയിട്ടല്ലേ കുരിശിൽ മരിച്ച്, വെറുതെ ഇല്ലല്ലോ. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒന്നിനോടും വിഷമം തോന്നിക്കില്ല, എല്ലാവരോടും ക്ഷമിക്കാൻ തോന്നും. അപ്പോൾ കൂടുതൽ സ്നേഹിക്കുന്നവരുടെ കൂടുതൽ പാവങ്ങൾ ക്ഷമിക്കപ്പെടും എന്നാണ് ലൂക്ക 7:47 പറയണത്.
അപ്പം ഇങ്ങനെ ദൈവത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ കൂടുതൽ പാവങ്ങൾ ക്ഷമിക്കപ്പെടും. അപ്പോഴും പരിശുദ്ധാത്മാവ് നിനക്ക് അഭിഷേകം ഉണ്ടാകും. അപ്പോൾ ഈ ബന്ധനങ്ങളൊക്കെ വിട്ടുപോകും, ജീവിതം മാറിപ്പോകും. ഞാൻ പറയാം, നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാൻ സാധിക്കില്ല, അതുപോലെ ജീവിതം മാറും. ഇപ്പം തോന്നുന്നു എന്ത് ജീവിതം ഇത്, ഇത്രയും കാലം ജീവിച്ചിട്ട്. പലവർക്കും അങ്ങനെ ഒരു പ്രശ്നമാണ്. കൗൺസിലിങ്ങിന് എനിക്ക് കിട്ടുന്ന മടുത്തുപോയി, ജീവിതം മടുത്ത്, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, സെക്കൻഡ് കൊണ്ട് മാറിപ്പോവും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കുക. കുർബാനയ്ക്ക് പോകണം. അതിനാ എൻ്റെ അടുത്ത് വരുന്നവരോടൊക്കെ ആദ്യം പറയണേ, ദിവസം കുർബാനയ്ക്ക് വയ്ക്കും. കുർബാനയ്ക്ക് പോകുന്ന വെറുതെ അപ്പം വാങ്ങിച്ച് കഴിക്കാനില്ല, ദൈവത്തിൻ്റെ ശരീരമാണെന്നുള്ളൊരു ബോധ്യത്തിൽ കുർബാനയിലാണ് ദൈവം ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ സ്നേഹം ഈ ലോകത്തേക്ക് വെളിപ്പെടുത്തിയത്. ആ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുർബാനയ്ക്ക് പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ മനസ്സ്, നിൻ്റെ മനസ്സ് സ്നേഹിക്കുമ്പോൾ എന്താകും? ആരാധനയാണ്. കൂടുതൽ സ്നേഹിക്കുന്നത്, ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ആരാധനയാണ്. ആരാധിക്കുമ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞാൽ, ഇപ്പോൾ മകൻ അപ്പനെ ആരാധിച്ച് കഴിയുമ്പോൾ അപ്പനോടാണ് അവനിക്ക് ഭയങ്കര സ്നേഹമെന്ന് വെച്ചോ. കുറേ കഴിഞ്ഞാൽ അപ്പൻ നടക്കുന്ന പോലെ തന്നെ മകൻ നടക്കും. അവൻ്റെ ഹെയർ സ്റ്റൈൽ അപ്പനെ പോലെ തന്നെ ആകും, ഡ്രസ്സിങ് ഒക്കെ അപ്പനെ പോലെ ആകും, വർത്താനം അതുപോലെ ആകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില പിള്ളേർ അച്ഛൻ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കും, അവൻ്റെ അച്ഛൻ സംസാരിക്കുന്ന പോലെ. അതിൻ്റെ കാരണം കൂടുതൽ ആരാധനയാണ്. നമ്മൾ ദൈവത്തെ ഇങ്ങനെ ആരാധിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് എങ്ങനെയാണോ അതുപോലെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഇറങ്ങും. ദൈവത്തിൻ്റെ മനസ്സുപോലെ നീ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ക്ഷമിക്കാൻ സാധിക്കും, നിനക്ക് ദേഷ്യം കുറയും. പലവരിക്കും പരാതിയുണ്ട്, എനിക്കെങ്ങനെയോ ഈ ദേഷ്യം കുറയ്ക്കാൻ സാധിക്കുക. ദൈവത്തിൻ്റെ മനസ്സുപോലെ ആകണം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ദേഷ്യം കുറയ്ക്കാൻ സാധിക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ മനസ്സുപോലെ നിൻ്റെ മനസ്സ് മാറണം. പ്രൈസ് ദി ലോർഡ്. മനസ്സ് മാറുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ, ദൈവത്തിന് ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞാൽ നിനക്ക് ലാസ്റ്റ് കൊടുക്കണം. എല്ലാത്തിനും പിറുവിറുക്കരുത്, എനിക്കിങ്ങനെ സാധിച്ചല്ലോ, ഇതായിപ്പോയല്ലോ, അങ്ങനെ ആയിപ്പോയല്ലോ, അതൊന്നുമില്ല. ഐ ആം സീറോ, ഞാൻ ലാസ്റ്റാണ്, എല്ലാം ദൈവമാണ്. അപ്പോൾ പരാതിയില്ല. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കണ്ടോ, അത് മതി. എനിക്ക് എന്ത് നഷ്ടം വന്നാലും എൻ്റെ ദൈവം എനിക്ക് ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും ഒന്നാകും. പരിശുദ്ധാത്മാവ് നിറയും. നിങ്ങളുടെ ചോദ്യചിഹ്നം എങ്ങനെ സാധിക്കും, അതെല്ലാം സാധിച്ചു തരും ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായ എല്ലാവർക്കും? മനസ്സിലായിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് വെറുതെ ഇത് കേട്ട് ഇവിടെ അവസാനിപ്പിക്കാനില്ല. ഒരാഴ്ച ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് അനുഭവം കിട്ടിയില്ലെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ എവിടെയെങ്കിലൊക്കെ കുറച്ച് പേരുണ്ട്, ഇല്ല അടുത്ത രണ്ടാം ചോദിച്ച വന്നിട്ട് ബ്രദർ പറഞ്ഞൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു നോക്ക്. ഞാൻ അനുഭവിച്ച് നോക്കിയിട്ടാണ് പറയണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇത് പാലിച്ച് നോക്ക്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചോദ്യചിഹ്നം എല്ലാം മാറും. ഇത് തന്നെയാണ് ഉടമ്പടി. ദൈവത്തെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം. പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ റോമ 8:14 എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറും, ദൈവത്തിൻ്റെ മക്കളാകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മകനും മകളുമാകും. അതുതന്നെയാണ് ഉടമ്പടി. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് മാറുകയാണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ദൈവവും ഭക്തരുമാണ്. നമ്മൾ ഭക്തരില്ല, മക്കളാകണം. അത് പരിശുദ്ധാത്മാവ് നയിക്കുമ്പോഴാണ് അത് സാധിക്കുന്നത്. പരിശുദ്ധാത്മാവ് നയിക്കണമെങ്കിൽ വിശുദ്ധി വേണം. പിന്നെ ദൈവം ചിന്തിക്കുന്ന പോലെ തന്നെ